അക്വേരിയസ്, ഈ പേഴ്സൺ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജീന്ന് നമ്മൾക്ക് നോക്കാം. ഇത് അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങളുടെ സൺ സൈൻ അക്വേരിയസ് ആണ്, പക്ഷെ നക്ഷത്രം വേറെ ഏതോ സൈൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് 2 വീഡിയോസും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അക്വേരിയസ്, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ കുറേ ഒരു ഇമോഷണൽ സമയമാണ്. ഇമോഷൻസ് കുറേ സ്ട്രോങ് ആണ്. കുറേ ആങ്സൈറ്റി, പേടി, ഡിപ്രഷൻ അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത എനർജി. പക്ഷേ അതല്ലാണ്ട് ഇൻറ്റ്യൂഷൻ, ചിലവർക്ക് സ്ട്രോങ് ഇൻറ്റ്യൂഷൻ്റെ എനർജിയും ഉണ്ട്. 9 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പം 9 ഓഫ് വാൻഡ്സും മൂൺ ഒരുമിച്ച് വരുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി പേടിയുടെ എനർജിയാണ്. എന്തോ നിങ്ങളുടെ ഫിയർ കാണാണ്ട്, ഫിയറിൻ്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഫിയറിൻ്റെ കാരണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള പേടി. എസ്പെഷ്യലി നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. എന്തോ ഒരു സിറ്റുവേഷനിൽ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കുറേ വിഷമമുണ്ട്. അത് ഇതുവരെ നിങ്ങളെ വിട്ടിട്ടില്ല, എന്ന് വെച്ചാൽ ആ പേടി പോയിട്ടില്ല. അതാദ്യം ഉണ്ടാവുമോ, തിരിച്ച് ഞാൻ ഫെയിൽ ആവുമോ, അങ്ങനത്തെയൊക്കെ കുറേ കുറച്ചൊരു പേടി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആ പേടി മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിലും ഞാൻ കാണുന്നത് അവർ കുറേ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ചാലഞ്ചസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഗിവ് അപ്പ് ചെയ്യണില്ല, പക്ഷെ എന്തോ ഇവിടെ അവർക്കും ചില ബ്ലോക്സ് ഉണ്ട്. ഇവിടെ ഫയർ സൈൻ ആണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഡിസിഷനാണ്, തീരുമാനം എടുത്തിരിക്കണു. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലാണെച്ചാൽ ചില ചാലഞ്ചസ് ഉണ്ടായാലും ഈ പേഴ്സൺ ഗിവ് അപ്പ് ചെയ്യണില്ല. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലല്ലാച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ 9 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം കുറേ ഓവർ തിങ്കിങ് ആണ്, കുറേ സ്ട്രെസ് എടുക്കണ എനർജിയാണ്, വേണ്ടാത്ത കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണ എനർജിയാണ്. ചാരിയറ്റ് മുമ്പോട്ട് പോണ എനർജിയാണ്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കുറേ അൺനെസസറി ഓവർ തിങ്കിങ്, സ്ട്രെസ്സ് അതൊക്കെ കാണാണ്ട്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്, സിംഗിൾ എനർജിയാണ്. അപ്പോൾ സിംഗിളിന് നിങ്ങൾ ഒരു കപ്പിളായിട്ട് മാറണു. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ 2 ആൾക്കാർ സിംഗിൾ ആയിരുന്നു, പക്ഷെ ഈ മാസം ഞാൻ 2 ആളും ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഇവിടെ കാണാണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഇവിടെ ഒരു ബിട്രയൽഡ് എനർജി ഉണ്ട്. 10 ഓഫ് സോഡ്സ് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. ഇവിടെ 3 ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായേ. പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾ 2 ആളുടെ ഇടയ്ക്ക് കുറേ ലവ് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഇവിടെ 3ാമത്തെ പേഴ്സൺ വന്നുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇപ്പോൾ ഈ 3ാമത്തെ പേഴ്സൺ ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല. ചിലവർക്ക് ഇത് ഒരു ഫാമിലി മെമ്പർ ആവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവാം. എന്തായാലും അതിൻ്റെ കാരണം ഇവിടെ ഒരു ബ്രേക്കപ്പ് എനർജി കാണാണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് എനർജി, കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ലവേഴ്സാണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വിഷനെ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നാണ്, അങ്ങനെയാണ് നിങ്ങൾ വിഷ് ചെയ്യണത്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങൾക്ക് ആ ബിഗിനിങ് വേണം, ഇവരുടെ കൂടെ ഒരു ചാൻസ് വേണം എന്നുണ്ട്. ഈ പേഴ്സണും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കണു. കുറേ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അവർ
തീരുമാനം എടുക്കുമ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് അങ്ങനെ ഒന്നും കാണില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ സംസാരിക്കണതൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഇവിടെ ഇൻറ്റൻഷൻ 7 of Cups. അപ്പോൾ ഇൻറ്റൻഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല, എന്താ വേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അതൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിൽ. അത് ഈ പേഴ്സൺ എന്തോ പറയാണ്ടാണോ ഇരിക്കണത്, എന്തോ മറച്ചു വെക്കുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നടക്കുന്നുണ്ട്. അതല്ലാണ്ട് ഈ പേഴ്സണിൻ്റെ മുമ്പത്തെ ഹിസ്റ്ററി അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ മുമ്പും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ എന്തോ മറച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേടിയായിരിക്കും നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ? അപ്പോൾ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ ഒരു പേടി, പിന്നെ കൺഫ്യൂഷൻ. അതുകൊണ്ട് നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ ഇൻറ്റൻഷൻ നോക്കുമ്പോൾ ക്വീൻ ഓഫ് കപ്സും ജഡ്ജ്മെൻ്റാണ്. അവരൊരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പോണു, ഒരു തീരുമാനം എടുക്കാൻ പോണു. അവർ ഏതോ ഒരു സിറ്റുവേഷനെ വിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേ. ഓക്കെ, അപ്പോൾ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു മൂന്നാമത്തെ പേഴ്സൺ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ആ സിറ്റുവേഷൻ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്യാരണ്ടി മാതിരി തോന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇത് ആ പേഴ്സൺ ചെയ്യോ ഇല്ലേന്ന്, അതിൻ്റെ അവരുടെ ഇൻറ്റൻഷൻ ശരിയാണോ അല്ലേന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അറിവില്ല. പറഞ്ഞാൽ ആ ഒരു പേടി, അത് ഈ പേഴ്സൺ ചിലപ്പോൾ എന്നെ ചീറ്റ് ചെയ്യുമെന്ന്. അവർ പറയേണ്ട തിരിച്ചു വരും, പക്ഷെ അവർ തിരിച്ചു വരുമോ അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ആക്ഷനിൽ 4 of Swords, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഹീലിംഗ് എനർജി കാണാണ്ട് ഒരു മെസ്സേജ് പറയണത് ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ജസ്റ്റിസ് എനർജിയിലാണ്. അപ്പോൾ അവർ എന്തോ ഒരു ഫെയർ ആയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ ഫെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലീഗൽ സിറ്റുവേഷനും കാണാണ്ട്. അപ്പോൾ ചിലവർക്ക് ഇവർ ഒരു ഡിവോഴ്സ് എടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണേ. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവർ തരണു. എന്തോ ഒരു ഫെയർനെസ് വരുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ, ഒരു ബാലൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? 10 of Wands. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബാഗേജ്, ഈ ബർഡൻ നിങ്ങൾ ഫീൽ ചെയ്യണത്, മനസ്സിലുള്ള ബർഡൻ, ഈ അറിയാത്ത ഒരു ബർഡൻ, പാസ്റ്റിൻ്റെ ബർഡൻ, അതൊക്കെ ഇപ്പോൾ തീരാൻ പോണു. നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഈ പേഴ്സൺ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഫെയ്ത്ത് വയ്ക്കണം, കുറച്ചൊരു ട്രസ്റ്റ് വയ്ക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൺ പറയാൻ നോക്കണത്? ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ ക്ലിയർ ആണ്. അവർക്ക് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അത് കാട്ടിലും കൂടുതലൊരു റിലേഷൻഷിപ്പായിട്ടാണ് അവർ നോക്കുന്നത്. ഇവിടെ യു ഡിസേർവ് ലവ് വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സും പറയുന്നുണ്ട് നിങ്ങൾ ഈ ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. അക്വേറിയസ്, ഇവിടെ സയൻസ് ലിബ്ര ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, പിന്നെ അതൊക്കെയാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. എക്വേറിയസ് ഉണ്ട്, ചില ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ, അങ്ങനെ കുറേ സൈൻസ് കാണും. പക്ഷേ ഇതാണ് മെയിൻ സൈൻസ് ഉള്ളത്. സൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ മെസ്സേജ് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.